ഓസ്ട്രേലിയക്ക് ആർ.എം. ജോബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സി വി റിജക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ സി വി സെലക്ട് ആകാൻ കാലതാമസം നേരിടുന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സി വി സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി വി അപ്ഡേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കവർ ലെറ്റർ ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്, നിങ്ങൾ സി വി സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഒരു സി വി തന്നെ എല്ലാ എംപ്ലോയീസിനും സബ്മിറ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ജോബ് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സി വി സബ്മിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ എംപ്ലോയീസിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും അത് എഡിറ്റ് ചെയ്തിട്ട് ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ എഡിറ്റ് ചെയ്ത് ഈ നമ്മുടെ സി വിയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പണ്ടത്തെ പോലെ ഇപ്പോൾ സി വി ഒന്നും ആരും ഇരുന്ന് ഫുള്ളായിട്ട് വായിച്ചൊന്നും നോക്കാറില്ല. ഇപ്പോൾ എല്ലായിടത്തും തന്നെ സോഫ്റ്റ്വെയർസാണ്. സോഫ്റ്റ്വെയർസ് കീവേഡ്സാണ് പിക്ക് ചെയ്യുന്നത്. അപ്പം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ ഓൾറെഡി തന്നെ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കീവേഡ്സ് എഡിറ്റ് ചെയ്ത് നമ്മുടെ സി വിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർസ് നമ്മുടെ കീവേഡ് പിക്ക് ചെയ്യുകയും നിങ്ങളുടെ സി വി സെലക്ട് ആവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പം സി വി സബ്മിറ്റ് ചെയ്യുമ്പം ഈ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി സി വി സബ്മിറ്റ് ചെയ്യാൻ.